മൂന്ന് സമയങ്ങളുണ്ട്. ആ മൂന്ന് സമയത്തിൽ ഒരിക്കലും അനുവാദമില്ലാതെ സ്വകാര്യ റൂമുകളിലേക്ക് കയറാൻ പാടില്ല. ആരും ഒരാളുടെ സ്വകാര്യ മുറിയിലേക്ക് കയറാൻ പാടില്ല. അപ്പുറത്തെ മുറിയിൽ കിടക്കുന്നത് മകളാണ്, തൊട്ടിപ്പുറത്തെ മുറിയിൽ ഭാര്യയാണ്. പക്ഷെ നിങ്ങളെല്ലാവരും 4ഉം 5ഉം റൂമുള്ള വീട്ടിലാണ് കിടക്കുന്നത്. ഒരു റൂമിനകത്ത് കിടക്കുന്നത് പൊന്നുമോളാ. അതുപോലെ കുഞ്ഞുമക്കളുമുണ്ടല്ലോ. ഈ മക്കളും അനുവാദം ചോദിക്കണേ നിങ്ങളോട്. എപ്പോഴാണ് സലാസമറ 3 പ്രാവശ്യം അനുവാദം ചോദിച്ചിട്ട് വേണം നിങ്ങളുടെ സ്വകാര്യ റൂമിലേക്ക് കയറി വരാ. ഓരോരുത്തർക്ക് മാസ്റ്റർ ബെഡ്റൂം ഉണ്ടല്ലോ, ഓരോരുത്തർക്ക് പ്രത്യേകം ബെഡ്റൂമുകൾ ഉണ്ടല്ലോ. അങ്ങനെ ആ ബെഡ്റൂമിലേക്ക് ഒരാളെ കടന്നു വരണമെങ്കിൽ ആരുടെ പേരാ എടുത്ത് അല്ലാഹു പറഞ്ഞത്? നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ പേരെടുത്ത് പറഞ്ഞല്ല പറഞ്ഞത്. വല്ലദീന ലം യബ്ലുഗുൽ ഹുലുമ, പ്രായപൂർത്തിയെത്താത്ത മക്കളെന്നാണ് പറഞ്ഞത്. സഹോദരങ്ങളെ, ഒരു കുഞ്ഞു അല്ലെങ്കിൽ പ്രായപൂർത്തിയെത്താത്ത ഒരു കുഞ്ഞ്, ആ കുഞ്ഞിനോട് പോലും അല്ലാഹുവിന് ഈ താക്കീത് കൊടുക്കാൻ കഴിയുമെങ്കിൽ പ്രായമുള്ള ആളുകളെ പറ്റിയിട്ട് വിവരിക്കണ്ടല്ലോ, പ്രായമുള്ള മനുഷ്യരെ പറ്റിയിട്ട് വേറെ പറയണ്ടല്ലോ. വീട്ടിലെ പ്രായമെത്താത്ത കുഞ്ഞുങ്ങളോട് പോലും ഈ നിയമം അല്ലാഹു പറയുന്നെങ്കിൽ മുതിർന്നവരോട് പ്രത്യേകം എടുത്ത് പറയണ്ടല്ലോ. ഒരിക്കലും സ്വകാര്യ റൂമുകളിലേക്ക് നിങ്ങൾ കടന്നു പോകാൻ പാടില്ല. എപ്പോഴാണ് 3 വട്ടം നിങ്ങൾ കടന്നു പോകാൻ പാടില്ല. 3 സമയങ്ങളിൽ നിങ്ങൾ അനുവാദം ചോദിക്കാതെ കടന്നു പോകാൻ പാടില്ല. വീട്ടിനകത്ത് നിൽക്കുന്ന കഥയാണ് ഈ പറഞ്ഞത്. നേരത്തെ പറഞ്ഞത് വീട്ടിന്റെ പുറത്ത് നിന്നകത്തേക്ക് വരുന്ന കഥയാ. ഈ പറയുന്നത് ഖുർആനിന്റെ നിയമം വീട്ടിനകത്ത് താമസിക്കുമ്പോ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അല്ലാഹു പറഞ്ഞ 3 സമയം ഏതാണ്? മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്രി, സുബ്ഹി നമസ്കാരത്തിന് മുമ്പാണ് ഒന്ന്. കാരണം അറിയുമല്ലോ, വിശദീകരിക്കാം. രണ്ടാമത് അല്ലാഹു പറഞ്ഞത് വഹീന തലഊന സിയാബകും മിനൽ ലഹീറ, ഉച്ച സമയത്ത് നിങ്ങളുടെ വസ്ത്രം നിങ്ങൾ മാറ്റി വെക്കുന്ന സമയത്താ. മൂന്നാമത്തേത് വമിൻ ബഅദി സലാത്തിൽ ഇശാ, ഇശാ നമസ്കാരത്തിന് ശേഷമാണ്. കാരണം എന്താണ്? സലാസു ഔറാത്തിൽ ലക്കു, ഈ 3 സമയവും നിങ്ങളുടെ പ്രത്യേക പ്രൈവസിയുടെ ടൈമാ. ഈ 3 സമയവും നിങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ലൈസ അലൈക്കും വലാ അലൈഹിം ജുനാഹുൻ ബഅദഹുൻ, ഈ 3 അല്ലാത്ത സമയം നിങ്ങൾക്ക് ഏത് സമയവും നിങ്ങൾക്ക് പോകാം, അനുവാദം ചോദിക്കണ്ട. തവാഫൂന അലൈക്കും ബഅലുക്കും അലാ ബഅലിൻ, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകി കഴിയുന്നവരല്ലേ. ഒരു വീട്ടിലല്ലേ നിങ്ങളുള്ളത്? 4 മതിൽക്കെട്ടിന്റെ 4 ചുമരിന്റെ ഉള്ളിലല്ലേ, ഒരു മേൽക്കൂരയുടെ താഴെയല്ലേ നിങ്ങൾ താമസിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ 3 സമയമല്ലാത്ത സമയങ്ങളിൽ അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ ആ അല്ലാത്ത സമയങ്ങളിൽ കൂട്ടി ഉരുമി മുട്ടി ഉരുമിയല്ലേ നടക്കുന്നത്. മകന്റെ മകളെയും മകളുടെ മകളെയും അതുപോലെ മകന്റെ ഭാര്യയും മകളുടെ കെട്ടിയോര് ആ വീട്ടിൽ പരസ്പരം കൂട്ടി ഉരുമി നടക്കുമ്പോ ഒരിക്കലും നിങ്ങൾക്ക് അനുവാദം വേണ്ട. പക്ഷെ 3 സമയങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന്. സ്വകാര്യ നിമിഷങ്ങൾ 3 സമയമാണെന്ന്. സ്വകാര്യ നിമിഷങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രൈവസി നിങ്ങൾക്ക് 3 സമയമാണ് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിൽ ഒന്നാമത്തേത് ഏതാണ്? മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്രി, ഒന്ന് സൂര്യോദയത്തിന് മുമ്പാണ്, അതല്ലെങ്കിൽ സുബ്ഹിക്ക് മുമ്പാണ്. ഒന്നാമത്തെ സമയം സുബ്ഹിക്ക് മുമ്പ്. കാരണം രാത്രി കിടക്കുന്ന ആ സമയം ചിലര് നൈറ്റ് ഡ്രസ് ഇട്ട്, ചിലര് രാത്രി പ്രത്യേകം ഇടാൻ തയ്യാറാക്കിയ വസ്ത്രമിട്ട് അവര് കിടക്കും. ആ സ്വകാര്യ റൂമിലേക്ക് അവരുടെ അനുവാദമില്ലാതെ കയറി പോകരുത്. നിങ്ങളൊരു വീട്ടിൽ കിടന്നുറങ്ങിയവരാണ്, പക്ഷേ അത് മറ്റൊരു റൂമാണ്. ആ മുറിയിലേക്ക് കയറി പോകുമ്പോ സുബ്ഹിക്ക് മുമ്പാണെങ്കിൽ നിങ്ങൾ അനുവാദം ചോദിക്കണം. കാരണം എന്താണ്? അവര് കിടക്കുന്നത് ഏത് വസ്ത്രത്തിലാന്ന് പറയാൻ കഴിയില്ല. ഇനി കിടന്നാൽ തന്നെ വസ്ത്രം അവരുടെ ശരീരത്തിലുണ്ടോ എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് സുബ്ഹിക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ പറയാൻ രണ്ടാമത് പെടുന്നറിയോ? വഹീന തലഊന സിയാബകും മിനൽ ലഹീറ, ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ചൂടായതുകൊണ്ട് നിങ്ങൾ നല്ല ഫാനൊക്കെ ഇട്ട് നിങ്ങളൊരു ചെറിയ മുണ്ടുമുടുത്ത് നിങ്ങൾ വീട്ടിൽ കിടക്കും. ആ സമയത്ത് നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ വീട്ടിലെ വേലക്കാര്, അതല്ലെങ്കിൽ പ്രായമുള്ള ആളുകൾ
അനുവാദം ചോദിക്കാൻ നിങ്ങളുടെ ബെഡ്റൂമിൽ കയറി വരാൻ പാടില്ല. കാരണം ചൂടൊക്കെ ആയതുകൊണ്ട് അല്പം ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നമ്മൾ കിടക്കും. അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങിപ്പോകാം. ഉച്ചഭക്ഷണം കഴിച്ച് നല്ല ക്ഷീണമുണ്ട്, നമ്മളൊന്ന് മയങ്ങി. ആ സമയത്ത് നമ്മുടെ വസ്ത്രം നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറിക്കിടന്നിട്ടുണ്ടാകാം. ഈ സമയത്ത് നീ അനുവാദം ചോദിക്കാതെ ആ റൂമിലേക്ക് കടന്നു പോകാൻ പാടില്ല. ഇസ്ലാമിന്റെ നിയമമാണ്. മൂന്നാമത് അല്ലാഹു പറഞ്ഞത് എന്താണ്? മൂന്നാമത്തേത് ഇശാ നമസ്കാരത്തിന് ശേഷമാണ്. ഇശാ നമസ്കാരത്തിന് ശേഷം. കാരണം എന്താണ്? ഉറങ്ങാൻ പോകുന്ന സമയമല്ലേ. ആ സമയത്ത് നിങ്ങൾ അനുവാദം ചോദിക്കും. ഇത് മക്കളെ പഠിപ്പിക്കണം. ഇത് ഏത് കാലമാണ്? ഇന്നലെ ഒരു സ്ഥലത്ത് പോയി രാത്രി ഈ സമയമായി. ആ സമയത്ത് ഒരാൾ എന്നോട് പറഞ്ഞത്, ഈ ഭാഗം മുഴുവനും എന്താണ് വസ്ത്രധാരണം എന്നറിയാത്ത ഒരു സ്ത്രീ സമൂഹത്തിന്റെ നാടാന്ന് പറഞ്ഞു. ചിന്തിക്കണം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അത് നിങ്ങൾക്ക് തെറ്റിയതാ. ഇന്ന് വസ്ത്രം അതൊരു അലങ്കാരമായി കാണുന്ന കാലമാണ്. വസ്ത്രം എന്തിനാണ്? നാണം മറയ്ക്കാനാണ്. വസ്ത്രം നമ്മുടെ നാണം മറയ്ക്കാനാണ്. ചൂടിൽ നിന്ന് സുരക്ഷ, തണുപ്പിൽ നിന്ന് മോചനം കിട്ടാനാണ്, നമ്മുടെ നാണം മറയ്ക്കാനാണ്. ആ വസ്ത്രധാരണം ഇന്ന് മാറിയിട്ട് വസ്ത്രം അലങ്കാരമായി. എന്ന് പറഞ്ഞാൽ കമ്മലിടുന്നത്, മാല ധരിക്കുന്നത്, മോതിരം ധരിക്കുന്നത്, മൂക്കുത്തിയിടുന്നത്, ഇതൊക്കെ അലങ്കാരത്തിനാണ്. അതുപോലെയായി വസ്ത്രം. വളരെ വേദനയോടുകൂടി പറയാം, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ വസ്ത്രധാരണം, അത് രക്ഷകർത്താക്കൾ, പിതാവ് പെൺമക്കളെ കൃത്യമായി ആ ഒരു വിഷയത്തിൽ നല്ല നിലയിൽ തങ്ങളുടെ പ്രിയപ്പെട്ട പെൺമക്കളെ പിതാക്കന്മാർ, മാതാക്കൾ വളരെ കൃത്യമായി അവരോട് ഈ വിഷയത്തിൽ നിങ്ങൾ ഇടപെടണം. ഭാര്യമാരുടെ വസ്ത്രധാരണത്തിൽ ഭർത്താക്കന്മാർ ഇടപെടണം. വളരെ മോശമായ അന്തരീക്ഷമാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ കാരണം ഒരാൾ മോശമായ രീതിയിലേക്ക് പോയാൽ അതിന്റെ തിക്തഫലം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ കവടിയാർ കൊട്ടാരത്തിലെ ലക്ഷ്മിഭായി തമ്പുരാട്ടി പറഞ്ഞൊരു വാക്ക് ഇപ്പോഴും ഓർക്കുകയാണ്. കവടിയാർ കൊട്ടാരത്തിലെ രാജകുടുംബത്തിലെ ലക്ഷ്മിഭായി തമ്പുരാട്ടി ഒരു ലേഖനത്തിൽ അവരെഴുതി, ഇന്നത്തെ വസ്ത്രധാരണം, ആ വസ്ത്രധാരണത്തെ പറ്റി അവരെഴുതി എന്താണെന്നറിയോ? കഠിന വെടി പോലെ എന്നാണ്. എന്നിട്ട് അവര് വിശദീകരിച്ചു, കഠിനയ്ക്ക് തീ കൊളുത്തുന്നത് നിലത്ത് വെച്ചിട്ടാണ്, പക്ഷെ അത് വെടിപൊട്ടുന്നത് ആകാശ വായുവിലേക്ക് ഉയർന്നതിന് ശേഷമാണ്. തീ കൊളുത്തിയത് താഴെയാണെങ്കിലും പൊട്ടുന്നത് മേളിലാണ് എന്നതുപോലെ ഈ വസ്ത്രധാരണം കണ്ട് മോശമായ ചിന്തകൾ മനസ്സിലേക്ക് കയറിക്കൂടി ചെറുപ്പക്കാര് ഞരമ്പ് രോഗികളായ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ സ്വഭാവ വൈകൃതം കൊണ്ട് അവരുടെ ജീവിതത്തിൽ എന്താണ് അവരുടെ ഭാവി ജീവിതമെന്നറിയാതെ വളരെ മോശമായ നിലയിൽ നടക്കാൻ തീരുമാനിച്ചിട്ടുള്ള ചെറുപ്പക്കാര് അവരുടെ മനസ്സിനകത്ത് ഈ സ്ത്രീയുടെ മോശമായ വസ്ത്രധാരണം കണ്ട് അവന്റെ മനസ്സ് മാറിയിട്ട് അവൻ നടക്കുകയാണ്. എവിടെയെങ്കിലും അവന്റെ വികാരം 7 വയസ്സുമുള്ള ചെറിയ പെൺകുട്ടികൾ അവന്റെ മുമ്പിലേക്ക് എത്തപ്പെടുക, ഒരു ചോക്ലേറ്റ് വാങ്ങിക്കൊടുത്ത് അല്ലെങ്കിൽ മിഠായി വാങ്ങിക്കൊടുത്ത് ആ പാവപ്പെട്ട പെൺകുട്ടിയെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യുന്ന കാലം. എന്നിട്ട് അവര് ഞാൻ പറയുന്നതല്ല, വസ്ത്രധാരണം കണ്ട് ആ വസ്ത്രധാരണത്തിൽ നിന്ന് വികാരമുണ്ടായ ചെറുപ്പക്കാര് ആ വികാര പൂർത്തീകരണത്തിന് വേണ്ടി മറ്റൊരു സ്ഥലത്ത് ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ അതിനുള്ള വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കാൻ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ആ ഹദീസ് ജീവിതത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ഹദീസ്. അതിന്റെ അർത്ഥവ്യാപ്തിയിലേക്ക് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന നിലയിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതെന്താ?
ലാ യല്ലറു റജുലു ഇലാ ഔറത്തി റജുലി, ഒരു പുരുഷൻ മറ്റൊരു പുരുഷന്റെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല. ഒരു പുരുഷൻ മറ്റൊരു പുരുഷന്റെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല. വലൽ മർഅതു ഇലാ ഔറത്തിൽ മർആ, ഒരു സ്ത്രീ അവളുടെ ഔറത്ത്, സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല. ഒന്ന് ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ, റസൂലുള്ള പറഞ്ഞ ഹദീസ് എങ്ങനെയാണ്? ഒരു ആണ് പെണ്ണിന്റെ ഔറത്തിൽ നോക്കുന്ന കാര്യമല്ല പറഞ്ഞത്, ഒരു സ്ത്രീ പുരുഷന്റെ ഔറത്തിലേക്ക് നോക്കുന്ന കാര്യമല്ല പറഞ്ഞത്. പിന്നെയോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ലാ യല്ലറു റജുലു ഇലാ ഔറത്തി റജുലി, ഒരു ആണ് ആണിന്റെ ഔറത്തിൽ നോക്കാൻ പാടില്ല. വലൽ മർഅതു ഇലാ ഔറത്തിൽ മർആ, ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിന്റെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല. ചിന്തിക്കണേ സഹോദരാ, ഒരു പുരുഷനോട് മറ്റൊരു പുരുഷന്റെ രഹസ്യാവയവം കാണരുതെന്ന് പഠിപ്പിക്കുമ്പോ ഒരു പെണ്ണിന്റെ കാര്യത്തിൽ പിന്നെ റസൂലുള്ള പറയേണ്ടതുണ്ടോ? ഒരു പുരുഷൻ മറ്റൊരു പുരുഷന്റെ തന്നെ രഹസ്യാവയവം കാണാൻ പാടില്ലെന്ന് പറയുമ്പോ, ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിന്റെ തന്നെ കാണാൻ പാടില്ലെന്ന് പറയുമ്പോ, സഹോദരങ്ങളെ ചിന്തിക്കണേ. ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ മോശമായ വസ്ത്രം ധരിച്ച് ഇന്ന് വ്യഭിചാരശാലകളെ നാണിപ്പിക്കുന്ന നിലയിൽ ക്യാമ്പസുകളിൽ അഴിഞ്ഞാടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ടെങ്കിൽ അതൊക്കെ വലിയ കാര്യമായി എടുത്ത് അവരുടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്, ഒരിക്കലും നിങ്ങളുടെ മറ്റൊരാളുടെ ഔറത്ത് നിങ്ങൾ കാണാൻ പാടില്ല. ഒരു ചെറിയ സംഭവം ഞാൻ നിങ്ങളോട് പറയാ. ബനു ഇസ്രായേലിന് ഒരു ദുസ്വഭാവം ഉണ്ടായിരുന്നു. എന്തെന്നറിയോ? ബനു ഇസ്രായേലിന് ഒരു ദുസ്വഭാവമായിരുന്നു, അവര് സംഘടിച്ചേ കുളിക്കൂ, അവര് ഒരുമിച്ച് തന്നെ കുളിക്കാറുള്ളൂ. പക്ഷെ കുളിക്കുന്നതാകട്ടെ ഒരു നൂൽ ബന്ധം പോലും ഇല്ലാതെയാ. ബനു ഇസ്രായേലികൾ നൂൽ ബന്ധം പോലും ഇല്ലാതെ ഒരുമിച്ച് സംഘമായി നിന്ന് കുളിക്കുന്ന സമയമാ. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് മഹാനായ പ്രവാചകനെ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അവരുടെ കൂട്ടത്തിൽ കുളിക്കില്ലത്രേ. തഫ്സീറുകളിൽ കാണാ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാരുണ്യത്തിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതാണ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാ. സഹോദരങ്ങളെ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അവരുടെ കൂട്ടത്തിൽ കുളിക്കില്ല. കാരണം എന്തേ? അവര് പരിപൂർണ്ണ നഗ്നരായി കുളിക്കുന്നു, സംഘമായി നിന്ന് കുളിക്കുന്നു. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം അവരിൽ നിന്ന് മാറിയിട്ട് എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്ക് നിന്ന് കുളിക്കുന്നു. ഒരിക്കലും നഗ്നത വെളിവാക്കുന്നില്ല. അങ്ങനെ ആളുകൾ പറയാൻ തുടങ്ങി, എന്തെന്നറിയോ? മൂസയ്ക്ക് എന്തോ രഹസ്യ രോഗമുണ്ടെന്ന്. മൂസാ നബി പരസ്യമായി നമ്മളോടൊപ്പം തുണിയില്ലാതെ കുളിക്കാത്തത്, ഉടുതുണിയില്ലാതെ കുളിക്കാത്തതിന്റെ കാരണം വേറൊന്നുമല്ല, മൂസയ്ക്ക് എന്തോ അസുഖമുണ്ട്. എന്തോ അസുഖമുണ്ടെന്ന് വരുത്തി തീർക്കാൻ സഹോദരങ്ങളെ മൂസാ നബി അലൈഹിസ്സലാമിനെ വിമർശിക്കാ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ മേലെ കുറ്റം ആരോപിക്കാൻ തുടങ്ങുമ്പോ അല്ലാഹു ആ മൂസാ നബിയെ രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചു. ശ്രദ്ധയോടെ കേൾക്കണേ. എന്താ മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല അങ്ങനെ ഒരു രോഗമില്ലെന്ന് ബനു ഇസ്രായേലിനെ അറിയിച്ചത് എന്തെന്നറിയോ? ഒരു ദിവസം മൂസാ നബി അലൈഹിസ്സലാം കുളിക്കാൻ വേണ്ടി കടവിലിറങ്ങുമ്പോ മൂസാ നബി അലൈഹിസ്സലാമിന്റെ വസ്ത്രം അഴിച്ചൊരു കല്ലിന്റെ പുറത്തു വെച്ചു, ഒരു കല്ലിന്റെ മുകളിൽ വെച്ചു. എന്നിട്ട് കുളിക്കാൻ വേണ്ടി ഇറങ്ങി. സഹോദരങ്ങളെ, ആ കല്ല് തുണിയും കൊണ്ട് ഓടിപ്പോയെന്നാണ്. ഇത് ഹദീസാണ്. ആ കല്ല് മൂസാ നബിയുടെ തുണിയും കൊണ്ട് നടന്നു നീങ്ങിയെന്നാണ്. ഇന്നിത് പറയുമ്പോൾ ആളുകൾ പറയും, അങ്ങനെ ഉണ്ടാകുമോ? അങ്ങനെ ഉണ്ടാകുമോ? ഉണ്ടായാൽ എന്താ സഹോദരങ്ങളെ? തമാശയ്ക്ക് പോലെ കളവ് പറയാത്ത കാരുണ്യത്തിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചതാണ്. മൂസാ നബി അലൈഹിസ്സലാം നിലവിളിച്ചു. മൂസാ നബി അലൈഹിസ്സലാം നിലവിളിച്ചു. അവിടെ കിടന്ന് നിലവിളിക്കുമ്പോ ആളുകളൊക്കെ നോക്കുമ്പോ മൂസാ നബി നഗ്നനാണ്, തുണിയില്ല. മൂസാ നബി നഗ്നനാണ്. ആ സമയത്ത് അവരെ ഏകസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, വല്ലാഹി മാ ബി മൂസാ മിൻ ബഅസി, പടച്ചവനാണ്, മൂസാക്ക് ഒരു അസുഖവുമില്ല, മൂസാക്ക് ഒരു അസുഖവുമില്ല. അവരെ രഹസ്യ അവയവങ്ങൾക്ക് എന്തോ രോഗമുണ്ടെന്ന് വരുത്തി തീർത്ത് ആളുകളുടെ ഇടയിൽ
സഹോദരങ്ങളെ നാണം കെടുത്തുമ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു രോഗമില്ലെന്ന് വരുത്തി തീർക്കാൻ അള്ളാഹു കാണിച്ചു കൊടുത്ത ആ ഒരു പ്രക്രിയ, കല്ല് വസ്ത്രം കൊണ്ടുപോയി മൂസാ നബി നിലവിളിച്ചു. അവസാനം അത് തിരികെ കൊടുത്തു. മൂസാ നബി എന്ത് ചെയ്തെന്നറിയോ? ദേഷ്യമടക്കാൻ മൂസാ നബി ആ പാറക്കഷണം എടുത്തു പൊട്ടിച്ചു. ആ പാറക്കഷണം 7 കഷണങ്ങളായി തെറിച്ചു പോയെന്നാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ആ ഔറത്ത്. ആ മൂസാ നബിക്ക് രോഗമില്ലെന്ന് തെളിയിക്കാനാണെങ്കിൽ പോലും അല്ലാഹു തന്റെ ജനതയ്ക്ക് ഒരു സെക്കൻഡെങ്കിലും ഒന്ന് കാണിച്ചു കൊടുത്തല്ലോ. അവിടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, കാരുണ്യത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ ജേതാവ്, നമ്മുടെ ഹൃദയത്തിന്റെ രാജാവ്, കാരുണ്യത്തിന്റെ തിരുദൂതരേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഔറത്ത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ചോദിക്കും ഭാര്യമാരെ കാണാതിരിക്കുമോ? ഭാര്യമാരെ കാണാതിരിക്കുമോ? ലോകത്ത് ഇന്ന് വരെ അഷ്റഫുൽ ഖൽക്കിന്റെ ശരീരത്തിന്റെ ഭാഗം ഒരു മഖ്ലൂക്കും കണ്ടിട്ടില്ല. മൂസാ നബിയുടേത് രോഗമില്ല എന്ന് സമൂഹം തിരിച്ചറിയാനെങ്കിലും ഒരു സെക്കൻഡെങ്കിലും അല്ലാഹ് കാണിച്ചു കൊടുത്തു. പക്ഷെ അള്ളാന്റെ ഹബീബിന്റെതോ? ഞാനിത് പറയുന്നതിൽ ഒരു കാര്യമുണ്ട്, ശ്രദ്ധയോടെ കേട്ടോളി. ഈ വിഷയം ഇത് പറയുന്നതിൽ ഒരു കാര്യമുണ്ട്. ഒരിക്കൽ പോലും ഒരാളും കണ്ടിട്ടില്ല. നിങ്ങളുടെ മനസ്സിലൊരു ചിന്ത വരും, എന്നാ പിന്നെ ഭാര്യമാരെ കാണാതിരിക്കുവോ? ഭാര്യമാരെ കാണാതിരിക്കുവോ? നമ്മൾ എവിടെയാ ഉള്ളത്? ഇത് ഏത് സ്ഥലമാണ്? നമ്മൾ ഏത് സ്ഥലത്തായിരിക്കുന്നത്? ഈ സ്ഥലത്തെ പറ്റിയിട്ട് പുറം നാട്ടുകാര് പറയുന്നത് വിദേശികൾ വന്ന് ഒരു നൂൽബന്ധം പോലും ഇല്ലാതെ നടക്കുന്നു എന്ന് പരിഹാസത്തോടെ കാണുന്ന സ്ഥലം. പക്ഷെ ഇവിടെ തുണിയുടുത്തിരിക്കുന്ന വിശ്വാസികൾ, ഇവിടെ മാന്യമായി വസ്ത്രം ധരിച്ച് നടക്കുന്ന ഇവിടുത്തെ നല്ല ആളുകൾ, അവരെ സമൂഹം കാണുന്നില്ല. അതാ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. എവിടാണ് വഴല്? അതിന്ന് കോവളത്താണെന്ന് പറയുമ്പോ ആളുകളുടെ മുഖത്ത് പരിഹാസത്തിന്റെ നിഴൽ. എന്താണെന്നറിയോ? കോവളം എന്ന് പറയുന്നത് വിദേശികൾ കടന്നു വന്നൊരു നൂൽബന്ധമില്ലാതെ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കുന്നു. പക്ഷെ വിദേശികൾ വന്നോട്ടെ, പക്ഷെ ഇവിടെ ഒരു സമൂഹം, ഇവിടുത്തെ ജനതതി മാന്യമായി വസ്ത്രം ധരിച്ച് നടക്കുന്ന ഒരു സമൂഹത്തെ കാണാൻ കണ്ണില്ല. അതാ ഞാൻ പറഞ്ഞത്. മൂസാ നബി അലൈഹിസ്സലാം ആളുകളുടെ ഇടയിൽ ഇറങ്ങി നിന്ന് പരസ്യമായിട്ട് നഗ്നത വെളിവാക്കി കുളിക്കാൻ തയ്യാറാകാതെ വന്നപ്പോ മൂസാ നബിക്ക് എന്തോ മനുഷ്യ സഹജമായി ഉണ്ടാകുന്ന രോഗമുണ്ട് എന്ന് പറഞ്ഞ് പരിഹസിച്ചു. അങ്ങനെ ഒരു രോഗമില്ല എന്ന് കാണിച്ചു കൊടുക്കേണ്ട ബാധ്യത അള്ളാഹുവിനുണ്ട്. അതുകൊണ്ട് അഴിച്ചു വെച്ച തുണിയും കൊണ്ട് കല്ല് നടന്നു നീങ്ങി തിരിച്ചു കൊണ്ടു കൊടുത്തു. നിലവിളിച്ചപ്പോ ആളുകൾ മുഴുവനും കണ്ടിട്ട് പറഞ്ഞു, വല്ലാഹി മാ ബി മൂസാ മിൻ ബഅസ്, മൂസാക്ക് ഒരു കുഴപ്പമില്ല, പടച്ചോന് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അള്ളാന്റെ ഹബീബിന് ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും ഔറത്ത് ലോകത്താരും കണ്ടിട്ടില്ല. ഭാര്യമാര് കാണാതിരിക്കുമോ ഭർത്താവിന്റെ നഗ്നത? ഭർത്താക്കന്മാര് കാണാതിരിക്കുമോ ഭാര്യമാരുടെ നഗ്നത? അല്ലേ? എന്ന ആയിഷ ബീവി പറയട്ടെ, ഏറ്റവും നല്ല കുടുംബ ജീവിതത്തിന്റെ മഹിതമായ മാതൃക ലോകത്തിന് പഠിപ്പിച്ചു തന്ന സയ്യിദത്തുനാ ബീവി ആയിഷത്തുൽ തുഹ്റ റളിയല്ലാഹു തആല അൻഹ, അവര് പറയട്ടെ എന്തായിരുന്നു റസൂലുള്ളാഹിന്റെ ശൈലി? ആയിഷ ബീവി പറയുകയാണ്, മാ റഅയ്തു മിൻഹു വമാ റആ മിന്നി, എന്റെ ഔറത്ത് റസൂലുള്ളാഹ് കണ്ടിട്ടില്ല, എന്റെ ഔറത്ത് എന്റെ റസൂലുള്ളാഹ് കണ്ടിട്ടില്ല. ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ തല ചാച്ചു വെച്ച്, ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ തൊടയിലേക്ക് തല ചാച്ചു വെച്ച് കാരുണ്യത്തിന്റെ പ്രവാചകന് ചൂടുകൊണ്ടെന്ന് ഹദീസ് പറയുമ്പോ ഒരു പാത്രത്തിൽ നിന്ന് ഒരുമിച്ച് കുളിച്ചിട്ടുണ്ടെന്ന് ആയിഷ ബീവി വേറെ ഒരൊറ്റ ഭാര്യമാർക്കില്ലാത്ത 10 പ്രത്യേകതകൾ ആയിഷ ബീവിക്കുണ്ട്. അത് പറയാൻ നമുക്ക് സമയമില്ല. അതിൽ ഒരെണ്ണമാണ് ഞാനും എന്റെ റസൂലും തമ്മിൽ ഒരൊറ്റ പാത്രത്തിൽ കുളിച്ചിട്ടുണ്ട്. അല്ലാഹു അക്ബർ! എന്തൊരു ഭാഗ്യമാണ് ആയിഷ ബീവിക്ക് കിട്ടിയത്.
ജിബ്രീലിനെ കെട്ടിപ്പിടിച്ച് അല്ലാഹനെ കണ്ട ശരീരത്തോടൊപ്പം ഒരു പാത്രത്തിൽ നിന്ന് കുളിച്ചിട്ടുണ്ട് ഞാനും എന്റെ റസൂലും എന്ന് പറയുമ്പോ ആയിഷ ബീവി അത്രയും അവരുടെ കുടുംബ ജീവിതത്തിന്റെ ഊഷ്മളതയെ വിശദീകരിക്കുമ്പോ അവരുടെ രഹസ്യ ജീവിതത്തെ അവരുടെ മണിയറ രഹസ്യങ്ങൾ പറയുമ്പോ ആയിഷ ബീവി പറഞ്ഞത് എന്താണ്? മാ റഅയ്തു മിൻഹു വമാ റഅ മിന്നീ, ഞാൻ എന്റെ റസൂലുള്ളാഹിന്റെ ഔറത്ത് കണ്ടിട്ടില്ല, എന്റെ റസൂൽ എന്റെ ഔറത്തും കണ്ടിട്ടില്ല. പിന്നെങ്ങനെയാണ്? ആയിഷ ബീവി കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു, മറ്റു ഭാര്യമാരും കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, എന്നാ പിന്നെ മുസ്ലിമാണല്ലോ, മുസ്ലിമിനൊരു ഒരു ചര്യണ്ടല്ലോ, ചെറിയ പ്രായത്തിൽ സുന്നത്ത് കർമ്മം നിർവഹിക്കുമല്ലോ. അപ്പോൾ പിന്നെ കാണാതെ ഇങ്ങനെ മാറിയിരുന്നിട്ട് തല തിരിച്ചു വെച്ചിട്ട് ചെയ്യാൻ പറ്റൂലല്ലോ. തല തിരിച്ചു വെച്ചിട്ട് قد جاء في الخبر صحيح المسند ولدته مختونا ومكحولا كما قد جاء في الخبر صحيح المسند. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ലോകത്തേക്ക് ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ പ്രസവിച്ചത് എങ്ങനെയാണ്? ആമിന ബീവി നബി തങ്ങളെ പ്രസവിച്ചത് എങ്ങനെയാണ്? വലദത്തുഹു മഖ്തൂനാ, ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായി നബി തങ്ങൾ വന്നു എന്ന, ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായി നബി തങ്ങൾ വന്നു എന്ന, ഞാൻ നബി ചെയ്തതേ ചെയ്യൂ എന്ന് പറയുന്ന ആളുകളോട് പറയാനുള്ളത്, എന്നാ നബി തങ്ങളെ ചേലാകർമ്മം ഭൂമിയിൽ വെച്ച് ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്തിന് നിങ്ങളത് ചെയ്യുന്നത്? ഞാൻ നബി ചെയ്യാത്തതൊന്നും ചെയ്യില്ല, എന്നാ പിന്നെ എന്തിനാ അത് ചെയ്യുന്നത്? അള്ളാന്റെ ഹബീബിനെ ചെയ്തത് എപ്പോഴാണ്? വയറ്റിൽ വെച്ച് അല്ലാഹു തആല അത്ഭുതകരമായി ചെയ്തുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവന്നു. മക്ഹൂലാ, സുർമ വരച്ചവരായ നിലയിലാണ് അല്ലാഹയോ. ഖദ് ജാഅ ഫിൽ ഖബരി സഹീഹിൽ മുസ്നദൂ, വളരെ വ്യക്തമായ സഹീഹായ ഹദീസുകളിൽ ഇത് കാണാമെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പാടുന്ന ഒരു ബൈത്തല്ലേ ഇത്. ജീവിതത്തിൽ അള്ളാന്റെ ഹബീബിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ ആരും കണ്ടിട്ടില്ല. എന്തുകൊണ്ടെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല, യൽറു റജുലു ഇലാ ഔറത്തി റജുലി വലൽ മർഅതു ഇലാ ഔറത്തിൽ മർആ. ഒരു പുരുഷൻ മറ്റൊരു പുരുഷന്റെയും ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെയും ഔറത്ത് കാണാൻ പാടില്ല. ഇത് പറയുന്ന പ്രവാചകനും കാണാൻ പാടില്ല, ഇത് പറയുന്ന പ്രവാചകന്റെ ദുമാനം കാണാൻ പാടില്ല. അതാണ് അല്ലാഹുവിന്റെ അഷ്റഫുൽ ഖൽഖ്, അതാണ് അല്ലാഹുവിന്റെ ഹബീബ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ബാധ്യതയാണ് വീട്ടിലെ സ്വകാര്യ നിമിഷങ്ങളിൽ സുബഹിക്ക് മുമ്പും ഉച്ച സമയത്തും ഇശാക്ക് ശേഷവും ഒരാൾ പോലും അനുവാദം ചോദിക്കാതെ സ്വകാര്യതയിലേക്ക് കടന്നു വരാൻ പാടില്ല. മഹാനായ മിസ്വർ ബിൻ മഖ്റമ റളിയല്ലാഹു തആല അൻഹു ജീവിതത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിലായാൽ പോലും മനുഷ്യന്റെ നഗ്നത വെളിവാകാൻ പാടില്ലെന്നുള്ള ഏറ്റവും വലിയ തെളിവാണിത്. മിസ്വർ ബിൻ മഖ്റമ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാൻ തലയിലെ കല്ല് ചുമന്നു, ഭാരമുള്ളൊരു കല്ലാണ്, ആ കല്ലും ചുമന്നുകൊണ്ട് ഞാൻ ഇർജിഇ ഇലാ സൗബിക ഫഖുദുഹു വലാ തംശൂ ഉറാ. മിസ്വറെ ചെല്ല്, ആ തുണി എടുത്തൊടുക്ക്, നീ നടക്കുമ്പോ നഗ്നനായിട്ട് നടക്കരുത് എന്ന് പറഞ്ഞ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ദിശാബോധം നൽകി എന്റെ പ്രിയപ്പെട്ട പ്രവാചകന്, പ്രതിസന്ധിയുടെ സമയത്ത് പോലും എന്നെ ഔറത്ത് മറയ്ക്കാൻ പഠിപ്പിച്ച എന്റെ പ്രവാചകൻ. അതാണ് ഇസ്ലാമിന്റെ സംസ്കാരം. വീട്ടിനകത്ത് പോലും പാലിക്കേണ്ടതുണ്ട്. നാലാമതായി നമ്മൾ പഠിക്കാനുള്ള സംസ്കാരം ഏതെന്നറിയോ? ഇത് വിശുദ്ധ ഖുർആനിന്റെ സംസ്കാരത്തിന്റെ ഒരു
മുത്തുമണിയിലെ ഒരു തസ്ബീഹ് മാലയുടെ മണികളെ പോലെ ഒന്നിനു പുറകെ ഒന്നൊന്നായി നമ്മുടെ മുന്നിലേക്ക് ഖുർആൻ ഓരോ സംസ്കാരങ്ങൾ പഠിപ്പിക്കുമ്പോ അതിൽ നിന്ന് എണ്ണപ്പെട്ട സംസ്കാരങ്ങളാ നിങ്ങളോട് പങ്കുവച്ചതിൽ നാലാമത്തേത് അല്ലാഹ് പറയുകയാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലൂടെ ഇദാ ദുഈതും ഫദ്ഖുലൂ ഫഇദാ തഇമതും ഫംദശിറൂ വലാ മുസ്തഗ്നിസീന ലിഹദീസ്. നാലാമതായി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അള്ളാഹുവിന്റെ ഹബീബ് വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് നമ്മോട് പറയാണ് ഇദാ ദുഈതും, ഒരു വീട്ടിലേക്ക് വിളിച്ചാൽ ഒന്ന് വരണേ ഉസ്താദേ, നിങ്ങൾ വീട്ടിൽ വരണേ എന്ന് പറഞ്ഞു. എന്റെ വീട്ടിലൊന്ന് വരണേ. ഇവിടെ ഇപ്പോ നസീർ സാഹിബിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം തന്നു. ഞാൻ പനത്തറ വരുമ്പോഴും ഇവിടെ വരുമ്പോഴും ഫൈസലിക്ക് എന്നെ വിളിക്കാറുണ്ട് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാം. പനത്തറ വരുമ്പോ അവിടെ ഭക്ഷണം ഏർപ്പാട് ചെയ്തു പോയി. ഇവിടെ വന്നപ്പോഴും വേറെ നസീർ സാഹിബിന്റെ വീട്ടിൽ ഏർപ്പാട് ചെയ്തു പോയി. അള്ളാഹുവിടെ സമ്പത്തിലും ഭക്ഷണത്തിലൊക്കെ ബറക്കത്ത് കൊടുക്കട്ടെ, കുടുംബത്തിൽ ബറക്കത്ത് കൊടുക്കട്ടെ. അപ്പൊ നമുക്ക് ഒന്ന് വീട്ടിലൊന്ന് കയറിയിട്ട് ഒന്ന് ഭക്ഷണം കഴിച്ചല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു പോകുന്നത് സന്തോഷമായി കാണുന്നതാണ്. അപ്പൊ എനിക്ക് പരിചയമുള്ള പല ആളുകളും എന്റെ വീട്ടിൽ വന്നിട്ടുള്ളവരാണ്. ഈ ഇരിക്കുന്നവരിലും പലരുടെ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരാളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചാൽ എന്ത് വേണമെന്നറിയോ? എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഒരാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഒരു വാശി പാടില്ല. ഇത് ഖുർആനിന്റെ സമീപനമാണ്. അത് എവിടെയാകട്ടെ, ഇദാ ദുഈതും, നിങ്ങളെ വിളിച്ചാൽ ഫദ്ഖുലൂ, ആ വീട്ടിൽ നിങ്ങൾ പോകണേ. ഫഇദാ തഇംതും, നിങ്ങൾക്ക് ഭക്ഷിക്കാൻ എന്തെങ്കിലും തന്നാൽ കഴിച്ചു കഴിഞ്ഞാൽ ഫംദശിറൂ, പെട്ടെന്ന് നിങ്ങൾ പോകണേ. വലാ മുസ്തഗ്നിസീന ലിഹദീസ്, പിന്നെ വർത്തമാനം പറഞ്ഞവിടെ ഇരിക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആന്റെ നിയമമാണിത്. കാരണം എന്താണ്? അപ്പോഴാണ് അവർക്ക് വീണ്ടും ചോദിക്കേണ്ടി വരുന്നത്, കട്ടനിടട്ടെ, എന്തെങ്കിലും കുടിക്കാൻ എടുക്കട്ടെ എന്ന് ചോദിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ആപ്പാട് കഴിച്ചിട്ട് വീണ്ടും ഇരിക്കുന്നുണ്ടല്ലേ. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മളൊരു വീട്ടിൽ വിളിച്ചാൽ നമ്മൾ പോകണം. നമ്മൾ മസിൽ പവർ കാണിച്ച് ആരുടെ വീടാണ്, പണക്കാരന്റെ വീടാണ്, അവന്റെ വീട്ടിലെ പോകുള്ളത് പാടില്ല. പാവങ്ങളെ വീട്ടിൽ പോകാൻ മനസ്സുണ്ടാകണം നമുക്ക്. അങ്ങനെ പാവപ്പെട്ടവന്റെ വീട്ടിലാകട്ടെ പണക്കാരന്റെ വീട്ടിലാകട്ടെ നമ്മൾ ഒരു വീട്ടിൽ ചെന്നാൽ ഭക്ഷണം കഴിച്ചാൽ ഫംദശിറൂ, പെട്ടെന്ന് ഇറങ്ങണം. വലാ മുസ്തഗ്നിസീന ബിൽ ഹദീസ്, നിങ്ങൾ അവിടെ വീണ്ടും വർത്തമാനം പറഞ്ഞിരിക്കാൻ പാടില്ല. ഇത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിൽ നമ്മോട് പറയുന്നതാണ്. എത്രയാണ് അതിഥി സൽക്കാരത്തിന് എത്ര ദിവസമാണ് ഇസ്ലാം പറഞ്ഞത്? ഇപ്പോ വെക്കേഷൻ ആവുമ്പോ മക്കളെ കൊണ്ട് വീടുകളിൽ പോവുമല്ലോ, ബന്ധുവിന്റെ വീട്ടില് ഒക്കെ പോവുമല്ലോ. ഭയങ്കര ബറക്കത്താണ്. ഒരു വീട്ടിലെ അതിഥികൾ വരിക എന്ന് പറയുന്നത് ഭയങ്കര ബറക്കത്താണ്. പക്ഷേ എത്ര ദിവസമാണ് അതിഥി സൽക്കാരം? 3 ദിവസമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 3 ദിവസം. 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാൻ പാടില്ല. അതിഥി സൽക്കാരം, അതിഥിയായിട്ടൊരു വീട്ടിൽ കയറിപ്പോയാൽ ആതിഥേയന്റെ വീട്ടില് 3 ദിവസത്തിൽ കൂടുതൽ നിൽക്കാൻ പാടില്ല. നിന്റെ വീട്ടിൽ വരുന്നവന് 3 ദിവസം നീ ഭക്ഷണം കൊടുത്താൽ മതി. നിന്റെ മര്യാദ അത്രേ ഉള്ളൂ. 4ന്റെ അന്ന് നീ ഭക്ഷണം കൊടുക്കുന്നത് ഫഹുവ ലഹു സ്വദഖത്തുൻ, നിനക്ക് സ്വദഖയാണ്, ളിയാഫത്തല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിനക്ക് പിന്നെ അതിഥി സൽക്കാരത്തിന്റെ കൂലി അല്ല തരുന്നത്, സ്വദഖ, വെറുതെ ഭക്ഷണം കൊടുത്തതിന്റെ കൂലി. പക്ഷെ ആദ്യം പറഞ്ഞ കൂലി മങ്കാന യുമിനു ബില്ലാഹ് വൽ യൗമിൽ ആഖിരി, അന്ത്യദിനത്തെ കൊണ്ട് അല്ലാഹനെ കൊണ്ട് വിശ്വസിക്കുന്നവനെ ഫൽയുക്രിം ലൈഫഹു, അതിഥിയെ ബഹുമാനിക്കട്ടെ, അതിഥിയെ ബഹുമാനിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആദരവോടെ അവനെ പിടിച്ച് നിന്റെ വീട്ടിലിരുത്തണം. 3 ദിവസം മതി ഈ ആദരവ്. അത് കഴിഞ്ഞ് പിന്നെ നിന്റെ മഹൽ ഫദ്ൽ കൊണ്ട് കൊടുക്കണമെങ്കിൽ കൊടുത്തോ, ഇല്ലെങ്കിൽ പോട്ടെ അല്ലേ. ഫസ്റ്റ് മട്ടൺ ആയിരിക്കും, 2ാം ദിവസം ബീഫ് ആയിരിക്കും, 3ാം ദിവസം ചിക്കൻ ആയിരിക്കും, 4ാം ദിവസം ഗ്രീൻ പീസ് ആയിരിക്കും. അപ്പോഴേ മനസ്സിലാക്കണം 3 ദിവസം ഉള്ളു ഇതല്ലേ. ഈ 3 ദിവസത്തെ അനുവാദം മാത്രം ലിയാഫത്തിലുള്ളൂ. 4ാം ദിവസം നിനക്ക് കിട്ടുന്നത് ലഹു സദഖ, സ്വദഖയാണ്. സാധാരണ പൊതിച്ചോറ് കിട്ടുന്നത് പോലെ തന്നെ 4ാം ദിവസം. 3 ദിവസം നിനക്ക് ആതിഥേയ മര്യാദ. ഇത് ഇസ്ലാമിന്റെ നിയമമാണ്. ഇസ്ലാമിന്റെ നിയമമാണ്. എങ്ങനെയാണ്? എവിടെയെങ്കിലും പോയാൽ ഭക്ഷണം കഴിച്ചാൽ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ നിന്ന് പോയേക്കണം. പിന്നും അവിടെ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കാൻ പാടില്ല. ഒരാള് നമ്മുടെ വീട്ടിൽ കയറി വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? എന്താ ചെയ്യേണ്ടത്? ഏറ്റവും നല്ലൊരു അതിഥിയെ, ഏറ്റവും നല്ല ആതിഥേയനെ അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തി സൂറത്ത് ദാരിയാത്തിൽ. അതുകൂടെ പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് സമയമാകുമ്പോൾ ഞാൻ അവസാനിപ്പിച്ചേക്കാം.
ഏറ്റവും നല്ലൊരു ആതിഥേയൻ ആരെന്നറിയോ? നല്ല ഒരു സംസ്കാരം നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യത്തിൽ നിന്ന് പഠിക്കാം. ഏറ്റവും നല്ല ഒരു ആതിഥേയനെ അള്ളാഹു പരിചയപ്പെടുത്തി. അങ്ങനെ തന്നെ പറഞ്ഞു അള്ളാഹു. നമുക്ക് അള്ളാഹു ആ ആതിഥേയന്റെ ആ അതിഥി സൽക്കാരം പഠിക്കാൻ, അതനുസരിച്ച് പുണ്യങ്ങൾ നേടാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരാളെ വീട്ടിൽ കയറി വന്ന നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് പരിചയമില്ലാത്ത ആളുകളാണെങ്കിൽ, നിങ്ങൾ ഖുർആൻ ഞാൻ ഓതി അതേപോലെ അർത്ഥം പറഞ്ഞുതരാം, നിങ്ങൾക്ക് അപ്പോഴും മനസ്സിലാവും. നമുക്ക് പരിചയമില്ലാത്ത ആളാണെങ്കിൽ നമ്മൾ ചോദിക്കണം എവിടെന്നാ? അത് ഇന്ന സ്ഥലത്തുനിന്ന്. കയറ്റി ഇരുത്തിയിട്ട് നമ്മൾ ചോദിക്കും. നമ്മൾ എന്താ ചെയ്യുന്നത്? ചോദിക്കും. എന്താ ചോദിക്കുന്നത്? കഴിച്ചായിരുന്നോ? അല്ലെങ്കിൽ തണുത്തത് എടുക്കട്ടെ, ചൂടെടുക്കട്ടെ, ഇതൊന്നും ചോദിക്കരുത്. എന്താ ചെയ്യേണ്ടെന്നറിയോ? നമ്മൾ അതിഥി വീട്ടിലേക്ക് കയറിയിരുന്നാൽ നമ്മൾ ഇതെല്ലാം കൊണ്ടുവെക്കണം. ഇത് കൊണ്ടുവച്ചതിന് ശേഷം നമ്മൾ അവരോട് പറയണം നമുക്കിനി കഴിക്കാം എന്ന് പറയണം. അല്ലാതെ കഴിച്ചോ എന്ന് ചോദിക്കരുത്, കഴിക്കുന്നോ എന്നും ചോദിക്കരുത്. കാരണം അവന് നാണോ മാനോ ഒക്കെ ഉള്ളവനായിരിക്കും. അവൻ പറയോ വിശന്ന് കാഞ്ഞു വരെയായിരിക്കും. അപ്പോഴാണ് ഒരു വീട്ടിൽ വന്ന് കയറിയപ്പോ അവൻ ചോദിക്കാൻ വല്ലതും കഴിച്ചായിരുന്നോ? അപ്പൊ അവൻ എന്തായാലും മാന്യത ഉള്ളവരാണെങ്കിൽ പറയും ഞാൻ ഇപ്പൊ കഴിച്ചിട്ട് വന്നേ ഉള്ളൂ, വേണ്ടാന്ന് പറയും. അപ്പോഴും മനസ്സാഗ്രഹിക്കുന്നു പടച്ചവനെ എന്തെങ്കിലും ഒന്ന് കിട്ടിയെങ്കിലെന്ന്. മനുഷ്യനല്ലേ, ഭക്ഷണം അവന് കഴിച്ചില്ലെങ്കിൽ അവന് വിശപ്പില്ലേ? അതുകൊണ്ട് ഒരിക്കലും വരുന്നവനോട് കഴിച്ചോന്ന് ചോദിക്കരുത്, ഞാൻ കൊണ്ടുവരട്ടേന്നും ചോദിക്കരുത്, ഭക്ഷണം വിളമ്പട്ടേന്നും ചോദിക്കരുത്. പിന്നെന്താ വേണ്ടത്? അത് ഖുർആൻ തന്നെ പറയട്ടെ. ഏറ്റവും നല്ല ആതിഥേയനെ പരിചയപ്പെടുത്തിയ ഖുർആൻ ആ ആതിഥേയന്റെ മറുപടി എങ്ങനെയാണ് എന്നല്ല തന്നെ പറയട്ടെ. അതിൽ നമുക്ക് പഠിക്കാം. ആരാണ് ഈ ആതിഥേയൻ? അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. ഹല്ലതാക ഹദീസു ലൈഫി ഇബ്രാഹിമൽ മുക്രമീൻ. ആരാണ് ആതിഥേയൻ എന്നറിയോ? ഇബ്രാഹിം മുഴുവൻ ചര്യയുടെയും കാണിച്ചു തന്ന സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം തങ്ങളെ ആതിഥേയന് ആരാണ് അതിഥികളെന്നറിയോ? മുക്രമീൻ. അവര് ബഹുമാനിക്കപ്പെടേണ്ടവരായിരുന്നു, ആദരിക്കപ്പെടേണ്ടവരായിരുന്നു. അങ്ങനെ അതിഥികളായി കടന്നു വന്ന ബഹുമാനപ്പെട്ട ആളുകളുണ്ടല്ലോ, അവരാരാണ്? മനുഷ്യരായിരുന്നില്ല, മലായിക്കത്തുകളായിരുന്നു. ഇബ്രാഹിം നബിയിലൂടെ ലോകത്തിന് അതിഥി സൽക്കാരം എങ്ങനെയെന്ന് പറഞ്ഞു കൊടുക്കുകയാ. സൂറത്ത് ദാരിയാത്തിൽ അല്ലാഹു പഠിപ്പിച്ചതാണ്. 27-ാമത്തെ ആയത്തിലൂടെ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു ഹല്ലതാക ഹദീസുൽ ലൈഫി ഇബ്രാഹിമൽ മുക്രമീൻ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയുടെ ആദരിക്കപ്പെടേണ്ട അതിഥികളെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ നബിയേ? അവർ കയറി വന്നു, അതിഥികൾ കയറി വന്ന് ഖാലൂ സലാമാ. അവര് വന്നുടനെ പറഞ്ഞത് അസ്സലാമു അലൈക്കും എന്നാ. അപ്പൊ അതിഥി സൽക്കാരത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോ നമ്മൾ പറയാനുള്ളത് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു കയറുക. എന്നിട്ട് അല്ലാഹു പറയുകയാണ് ഖാല സലാം. ഇബ്രാഹിം നബി തിരിച്ചു മറുപടി പറഞ്ഞു സലാം എന്ന് പറഞ്ഞാൽ വീട്ടുകാരെ സലാം മടക്കണം. എന്നിട്ടോ വന്നവരെ അറിയാത്ത അവസ്ഥയാണെങ്കിൽ, ഈ അതിഥിയായി കടന്നു വരുന്നവരെ ആതിഥേയൻ അറിയില്ലെങ്കിൽ, അവിടെയാണ് അള്ളാന്റെ ഖുർആന്റെ ഇടപെടൽ വരുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതെന്താണ്? ഖൗമും മുൻകറൂ. പരിചയമില്ലല്ലോ നിങ്ങളെ പരിചയമില്ലല്ലോ. നിങ്ങൾ ആരാണെന്നൊന്ന് പറയൂ. അവര് പറഞ്ഞു ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞ് അകത്ത് കയറിയിരുന്നു. അപ്പൊ രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒന്ന് സലാം മടക്കിയിട്ട് കേറ്റുക. എന്നിട്ട് പരിചയമില്ലാത്തവരാണെങ്കിൽ അവരാരാണെന്ന് ചോദിച്ചു മനസ്സിലാക്കുക. എന്നിട്ട് ഇബ്രാഹിം നബി ചെയ്തതെന്തെന്നറിയോ? അവരോട് ചോദിച്ചില്ല നിങ്ങൾ വല്ലതും കഴിച്ചോ എന്ന്, അല്ലെങ്കിൽ വല്ലതും കഴിക്കുന്നോ എന്ന് ചോദിച്ചില്ല. ഇബ്രാഹിം നബി ചെയ്തതെന്തെന്നറിയോ? ഫറാഗ ഇലാ അഹ്ലിഹി ഫജാഅ ബിഇജ്ലിൻ സമീൻ.
ഇബ്രാഹിം നബി അകത്തേക്ക് കടന്നുപോയി നല്ല ആട്ടിൻകുട്ടിയെ അറുത്തിട്ട് അതിന്റെ ഇറച്ചി പാകം ചെയ്ത് കൊണ്ടുവന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അകത്തേക്ക് പോയിട്ട് നല്ല ഒന്നാന്തര ഇറച്ചി കൊണ്ടുവന്നു. എന്നിട്ടോ ഫഖറബഹു ഇലൈഹി, അവരിയ്ക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്നു വെച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞതെന്തെന്നറിയോ? ഖാല അലാ തഅകുലൂ, അപ്പൊ തിന്നാലേ, അപ്പൊ തിന്നാമല്ലേ എന്ന് ചോദിച്ച് എത്ര മര്യാദയാണ്, എത്ര സുതാര്യമായ, എത്ര സുസമ്മതമായ, എത്ര സുസജ്ജമായ മര്യാദയാണ് കാണിച്ചതെന്നത്. കഴിച്ചോ എന്ന് ചോദിച്ചില്ല, കഴിക്കുന്നു എന്നും ചോദിച്ചില്ല. അകത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് കുറച്ച് നല്ല ഒന്നാന്തരം ഇറച്ചി കൊണ്ടുവച്ചിട്ട് ഇബ്രാഹിം നബി ചോദിക്കുകയാണ്, ഖാല അലാ തഅകുലൂൻ, തിന്നുന്നില്ലേ, കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരുടെ മുന്നിൽ ഭക്ഷണം കൊണ്ടുവച്ചു. അപ്പൊ അവര് തിന്നുന്നില്ല. അത് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. തിന്നാതെ വന്നപ്പോ ഇബ്രാഹിം നബിയുടെ മനസ്സിൽ പേടിയായി, ഇനി ഇതാരടാപ്പ. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങള് ദൂതന്മാരാ, ഞങ്ങള് മലായിക്കത്തുകളാ. എങ്ങോട്ട് പോകുന്നു? ഒരു പ്രവാചകന്റെ സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടി പോവുകയാ. അപ്പൊ എന്തിനാ ഇവിടെ ഇറങ്ങിയത്? നിങ്ങൾക്കൊരു മോനെ തരാൻ വേണ്ടിയിട്ടാ, നിങ്ങൾക്ക് ഒരു മോനെ തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ സമ്മാനമായിട്ടാണ് ആര് വന്നത്? നമ്മൾ പോകുമ്പോ 2 കിലോ ഓറഞ്ചോ 3 കിലോ ആപ്പിളോ ഒക്കെ വാങ്ങിക്കൊണ്ട് പോകണം. വെറും കൈയോട് കയറി പോകരുത്. ഒരു വീട്ടിൽ പോകുമ്പോ ഈ ഒരൊറ്റ ആയത്ത് തന്നെ ഒരു ദിവസം നമുക്ക് വഴല് പറയണം. ഒരൊറ്റ ദിവസം നമുക്ക് വഴല് പറയാനുണ്ട്. ഒരു വലിയ സമ്മാനമായിട്ടാണ് വന്നത്. എന്ത് സമ്മാനം? ഒരു കുഞ്ഞുവാവയെ ഇബ്രാഹിം നബിക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അതിനപ്പുറം ഇബ്രാഹിം നബി വേറെ സമ്മാനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇപ്പോ ഇല്ല. ഇബ്രാഹിം നബിക്ക് എന്താണോ ആഗ്രഹം, അഥവാ നമ്മൾ പോകുന്ന വീട്ടിൽ എന്താണോ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടം, അതാണ് വാങ്ങിക്കൊണ്ട് കൊടുക്കേണ്ടത്. അല്ലാതെ അവർക്ക് എന്തായാലും പോകുമ്പോണ്ടെങ്കിലും വാങ്ങണം, എന്നാ പിന്നെ അവറ്റെല്ലാം തിന്നണ്ട, അതുകൊണ്ട് തിന്നാത്ത തന്നെ വാങ്ങിക്കൊണ്ട് കൊടുക്കുക. അങ്ങനെയുള്ള വക്രബുദ്ധി നമുക്ക് പാടില്ല. അവരെന്താണോ ഇഷ്ടപ്പെടുന്നത്, അപ്പൊ കുഞ്ഞുങ്ങളാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് താല്പര്യമുള്ളത് വാങ്ങിക്കൊണ്ട് കൊടുക്കണം. മുതിർന്നവരാണെങ്കിൽ മുതിർന്നവർ ഉപയോഗിക്കുന്ന സാധനം അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങിക്കൊണ്ട് കൊടുക്കണം. ഏറ്റവും പ്രായമുള്ളവരാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് മുറുക്കാനോ വീഡിയോ ഒക്കെ ആയിരിക്കും, അത് വാങ്ങിക്കൊണ്ട് കൊടുക്കണം. ഏതാണെങ്കിലും ആവശ്യം എന്താണെന്ന് കണ്ടിട്ട് അത് ചെയ്യാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാകണം. പോകുന്നവർക്ക് ചെയ്യേണ്ട ബാധ്യതയാണിത്. വിശദീകരിക്കാൻ സമയമില്ല. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന ഏറ്റവും നല്ല ആതിഥേയനെ ഖുർആൻ പരിചയപ്പെടുത്തി. ഇങ്ങനെയാകണം. അതുകൊണ്ട് അല്ലാഹ് പറയുകയാണ്, ഇദാ ദുഈതും, നിങ്ങൾ ആരെങ്കിലും ക്ഷണിച്ചാൽ ഫദ്ഖുലൂ, നിങ്ങൾ പോകണേ. ഫൈദാ തുഇമതും, നിങ്ങൾ കഴിച്ചാ ഫന്തശിറൂ, നിങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് പിരിഞ്ഞു പോകണേ. വലാ മുസ്തഅനിസീന ലിഹദീസ്, നിങ്ങൾ അവിടെ ഇരുന്ന് വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല. സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 ദിവസമാണ് നമ്മൾ അതിഥി സൽക്കാരം നടത്തേണ്ടത്. പിന്നെ ഉള്ളതൊക്കെ സദഖയാണെന്ന് റസൂലുള്ള പഠിപ്പിക്കുമ്പോ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ശേഷമുള്ളത് ഒരു വിശ്വാസിക്കത് നഷ്ടമല്ല, ഒരു വിശ്വാസിക്കത് നഷ്ടമല്ല. ലിയാഫത്ത് എന്ന അതിഥി സൽക്കാരത്തിന് 3 ദിവസം അനുവാദം കൊടുത്തു. എന്നിട്ടും വരുന്ന ബന്ധുക്കൾ പോകുന്നില്ലെങ്കിൽ 4-ാം ദിവസം മുതൽ സദഖയാണെന്ന് പറഞ്ഞാൽ ഏറ്റവും താണുപോയ ഏറ്റവും താഴ്ന്ന നിലവാരമുള്ള ഒരു കാര്യമാണെന്നല്ല, മറിച്ച് സദഖ അത്രയും പുണ്യമല്ലേ, സദഖ അത്ര പുണ്യമല്ലേ. നമ്മുടെ ജീവിതത്തിൽ 4-ാം ദിവസവും നമ്മുടെ കുടുംബക്കാർ വന്നവർക്ക് വിവരമില്ല, അല്ലെങ്കിൽ വന്നവർക്ക് ഈ വിവരം കിട്ടിയിട്ടില്ല, വന്നവർക്ക് ഈ അറിവില്ല, അല്ലെങ്കിൽ വന്നവർക്കൊരു ഉളുപ്പില്ല, അവര് വീണ്ടും 4-ാം ദിവസവും നിൽക്കുന്നു. അങ്ങനെ വന്നാൽ നമ്മൾ കൊടുക്കുന്നതിന് സദഖയാണെന്ന് പറയുമ്പോൾ ഇത് തരംതാണ് പോയൊരു കാര്യമാണെന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് അള്ളാഹു അർഹമായ പ്രതിഫലം നിങ്ങൾക്ക് തരും. സദഖ എന്ന് പറഞ്ഞ മോശമാണോ? ജീവിതത്തിൽ മരണം മുന്നിൽ കാണുന്ന ഒരു മനുഷ്യൻ അവസാനമായി മലക്കിനോട് ചോദിക്കുന്നത്, എനിക്ക് ഈ നെടുമം പള്ളിയിൽ ഒന്ന് നിസ്കരിക്കണം അല്ലാഹ്. നെടുമം പള്ളി ഇങ്ങനെ മനോഹരമാക്കി ഇടുമ്പോ ഈ നെടുമം പള്ളിയിൽ ഇബാദത്തിന് വേണ്ടി തുറന്നുകൊടുത്ത് 1 വർഷം പൂർത്തിയാകുന്ന ഈ സമയത്ത് ഞാൻ പറയാണ്, നെടുമം പള്ളിയിൽ വന്ന് എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം പടച്ചവനെ എന്ന് ഈ പ്രദേശത്തുള്ള ഒരാളും മരണസമയത്ത് പറയൂല. ഇവിടെ വന്ന് ഖുർആൻ ഓതണമെന്ന് പറയൂല. എല്ലാവരും പറയുന്നത് എന്താണ്? മരിക്കാൻ നേരത്ത് പറയുന്ന ഒറ്റ കാര്യമാണ്,
അല്ലാഹുവേ ഫഅസ്സദ്ദഖ, ഈ പള്ളിയുടെ മുകളിൽ ഒരു നില കൂടി കെട്ടാനുള്ള ഉദ്ദേശമുണ്ടല്ലോ. ഫഅസ്സദ്ദഖ, അല്ലാഹുവേ ഞാൻ എന്റെ സമ്പത്തിൽ നിന്നൊരു സദഖ ഒന്ന് കൊടുത്തോട്ടെ. ഒരു സെക്കൻഡ് നീ മലക്കിനോടൊന്ന് പറ, ഒന്നും പിടിക്കരുതേ എന്ന്, റൂഹ് പിടിക്കരുതേ എന്നൊരു സെക്കൻഡ് ഒന്ന് മാറ്റി നിർത്താൻ പറ. ഞാനൊന്ന് ഈ പരിശുദ്ധമായ ഈ പുണ്യമായ ഇബാദത്ത് ചെയ്തോട്ടെ, സദഖ കൊടുത്തോട്ടെ. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും നമുക്ക് പിന്തിക്കാൻ പറ്റില്ല, മുന്തിക്കുകയുമില്ല. ഒരു സഹോദരൻ, പൂവച്ചലുള്ള ഒരു സഹോദരൻ, 55 വയസ്സ് മാത്രമേ ഉള്ളൂ, ഒരു അസുഖവുമില്ല. ആ സഹോദരന്റെ ഷഫീഖ് എന്ന സഹോദരന്റെ പ്രിയപ്പെട്ട ഉമ്മ ഇന്ന് രാവിലെ മരണപ്പെട്ടു. അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. ഇന്നലെ എന്റെ നാട്ടിൽ എന്റെ അയൽവാസിയായ ഒരു മതപണ്ഡിതൻ മരണപ്പെട്ടു. അദ്ദേഹത്തിനും ഒരു അസുഖവുമില്ല, ഒരു മരുന്നും കഴിക്കുന്നില്ല. അദ്ദേഹം രാത്രി കിടന്നുറങ്ങി, 1 മണിക്ക് എഴുന്നേറ്റ് മൂത്രമൊഴിക്കാൻ പോയി, തിരികെ വന്ന് വീണ്ടും കിടന്നു. 1:45 വിളിക്കുന്നു, അനക്കമില്ല, മരണപ്പെട്ടു. രാവിലെ 10 മണിക്ക് ഖബറിലടക്കി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു മനുഷ്യന്റെ ആയുസ്, അസുഖമൊന്നും വേണ്ട, ഇപ്പൊ ഇതൊന്നും വലിയൊരു കാര്യവുമല്ല. പക്ഷേ ഒരു സെക്കൻഡ് മുന്തുകയോ പിന്തുകയോ ചെയ്യാത്ത വണ്ണം അള്ളാഹു നമുക്ക് നിശ്ചയിച്ച സമയത്ത് നമ്മൾ മരിക്കും. ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് തോന്നിയാൽ ഒരിക്കലും നമുക്കതിന് കഴിയില്ല, ഒരിക്കലും കഴിയില്ല. ഈ കോവിഡ് ഒന്നും നമുക്കൊരു പ്രശ്നമല്ല. ഞാൻ പറയാണ്, കഴിഞ്ഞ വ്യാഴാഴ്ച, ഈ കഴിഞ്ഞതിന് മുമ്പത്തെ വ്യാഴാഴ്ച തൃശൂർ ജില്ലയിലെ ചാമക്കാല എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു അറബിക് കോളേജ് ഉണ്ട്. ആ അറബിക് കോളേജിൽ അവിടെ പഠിക്കുന്ന മതവിദ്യാർത്ഥികൾക്ക് ഒരു ക്യാൻറ്റീൻ വേണം. അങ്ങനെ ആരെങ്കിലും സഹായിക്കണം, എന്നാലേ ആ ക്യാൻറ്റീൻ സ്ഥലം ഒന്ന് വാങ്ങിയിട്ട് മക്കൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റൂ. അവിടെ തടിച്ചുകൂടിയ 1000-നടുത്തുള്ള ആളുകൾ, അഥവാ 300 വിദ്യാർത്ഥികൾ തന്നെയുണ്ട്. അവിടെ രക്ഷകർത്താക്കള്, നാട്ടുകാര്, നിബിഡമായ സദസ്. ആ സദസ്സിൽ ഞാൻ ചോദിച്ചു, ആരെങ്കിലും അത് ഏറ്റെടുക്കണം. ഞാൻ ചോദിക്കുന്നത് 1 ലക്ഷം രൂപ വെച്ച് ആർക്കൊക്കെ പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ഈ കോവിഡ് പ്രതിസന്ധിയുടെ രൂക്ഷമായ ഈ രൗദ്രതയിലും ഈ പ്രതിസന്ധി ഘട്ടത്തിലും ആളുകൾ കൈവക്കുകയാണ്. 4 മാസത്തെ അവധിയെ കൊടുത്തിട്ടുള്ളൂ, പെരുന്നാളിന് മുമ്പ് കൊടുക്കണം. 10 ലക്ഷം രൂപ 10 പേര് കൈപൊക്കി, ഓരോ ലക്ഷം രൂപ വെച്ച് 25,000 വെച്ച് പറഞ്ഞതിന് കണക്കില്ല. അവസാനം പിരിവ് നിർത്തി. 10 മണി വരെ പെർമിഷൻ ഉണ്ട്. അന്നാണ് ആദ്യമായിട്ട് കർഫ്യൂ തുടങ്ങുന്ന ആദ്യ ദിവസമാണ്, ഒരു വ്യാഴാഴ്ച. അങ്ങനെ തന്നെ ആ സമയത്ത് 30-ാം തീയതി ആ സമയത്ത് പിരിവ് മതി എന്ന് പറഞ്ഞു 15 ലക്ഷം രൂപ കളക്ട് ചെയ്തു. നിങ്ങൾ ആലോചിക്കണം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുക്കുന്ന ഈ സദഖകൾ, അത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിന്റെ ബാക്കി പത്രം. ബാക്കിയൊക്കെ നമ്മൾ തിന്ന് ദഹിച്ചു, ധരിച്ചു, ദ്രവിച്ചു, നമ്മൾ എല്ലാം നഷ്ടപ്പെടുത്തി. പക്ഷെ നമുക്ക് ബാക്കിയുള്ളത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്നതാണ്. ഈ ഒരു പള്ളി ഉണ്ടെന്ന് വേറെ ഒന്നും വേണ്ട. ഈ വഴിയിൽ ഞാൻ ഇരിക്കുന്നു, ഒരാൾ വാഹനം ഓടിച്ചു വരുന്നു, എന്നോട് ചോദിക്കാണ് കോവളത്ത് പോണത് എങ്ങോട്ടാണ്. ഞാൻ പറയുന്നത് ഇതുവഴി പോവുക എന്ന് പറഞ്ഞ് ഞാൻ വഴി കാണിച്ചു കൊടുത്താൽ അത് സ്വതക്കയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മനസ്സിലായോ? ഞാൻ എന്റെ മുന്നിൽ വാഹനം നിർത്തി വഴിയിൽ ഇരിക്കരുത് എന്ന് നബി തങ്ങളെ താക്കീത് കൊടുത്തു. നബിയെ, ഞങ്ങൾ ഇടയ്ക്ക് ഇരിക്കാറുണ്ട്, ഇരുന്നോ, നിങ്ങൾക്ക് വഴിയിലൊക്കെ ഇരിക്കണമെങ്കിൽ ഇരുന്നോ, പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ വഴിയിലിരുന്നാ ചെയ്യണം. അതിൽ 1 ഗള്ളുൽ ബസറി, കണ്ണ് പൂട്ടണമെന്ന, മറ്റുള്ള മോശമായ കാഴ്ചകൾ കാണാൻ പാടില്ല. 2 പലതും പറഞ്ഞ കൂട്ടത്തിൽ 1 പറഞ്ഞത്, നിങ്ങൾ ആരെങ്കിലും വഴി തിരക്കി വന്നാൽ അവർക്ക് വഴി കാണിച്ചു കൊടുക്കണം. ഇർഷാദു സബീൽ. എങ്ങോട്ടാ? ഭീമാപ്പള്ളി പോകുന്ന എങ്ങോട്ടാ? ആ റൂട്ട് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ വാവപ്പെട്ടം വന്നിട്ട് ചോദിക്കും, ഇപ്പൊ ലുലു മാൾ തുടങ്ങിയില്ല, എങ്ങോട്ടാ? നമ്മൾ നേരെ 10,000 രൂപ. ഇൻഷാ അല്ലാഹ്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ഏത് പരിപാടിയിലും മുമ്പന്തിയിൽ ഉണ്ടാവും. അദ്ദേഹം നാട്ടിലുണ്ടെങ്കിൽ അള്ളാഹു സ്വീകരിക്കട്ടെ. അദ്ദേഹത്തിന്റെ പൊന്നുമക്കൾ, അള്ളാഹുവേ പടച്ചവനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ നീ സ്വീകരിക്കണേ അല്ലാ. നല്ല മക്കളാക്കണേ തമ്പുരാനെ, സാലിഹീങ്ങളാക്കണേ റഹ്മാനെ, ആഫിലീങ്ങളും ആലിമീങ്ങളുമാക്കണേ അല്ലാ. അള്ളാഹുവേ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പടച്ചവനെ, അദ്ദേഹത്തിന്, കുടുംബത്തിന് എല്ലാവർക്കും നീ ആയുരാരോഗ്യം ദീർഘായുസ്സും നൽകണേ അല്ലാ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ.